നമസ്കാരം. എല്ലാവർക്കും പരിചിതമായിട്ടുള്ളതും വളരെ ഇഷ്ടവിഭവമായിട്ടുള്ളത് നമ്മുടെ കിച്ചണിൽ എന്നും പ്രിപ്പയർ ചെയ്യുന്നതുമായിട്ടുള്ള ഒന്നാണ്. കുഞ്ഞുങ്ങളെ പോലും സ്വാധീനിക്കാൻ കഴിവുള്ള ഒന്നാണ് സൊളാനം ട്യൂബറോസും എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന പൊട്ടറ്റോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് എന്നുള്ളത്. ഇതിൽ ധാരാളമായിട്ട് സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൊട്ടാസ്യം, സൾഫർ, കോപ്പർ തുടങ്ങിയിട്ടുള്ള സിങ്ക്, അയൺ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് മിനറൽസും അതിന് പുറമെ ബീറ്റാ കരോട്ടീൻ, വൈറ്റമിൻ എ, B6, B12, ഫോളിക് ആസിഡ് തുടങ്ങിയിട്ടുള്ള ഒത്തിരിയേറെ വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത് ഗുണം മാത്രമാണോ തരുന്നത്? അല്ലാട്ടോ, ചില ഡീമെറിറ്റ്സും ഇതിലുണ്ട് എന്ന് വേണം പറയാൻ. അപ്പം ഒരു പരിധിയിൽ കൂടുതൽ കഴിച്ചാൽ ഇത് പലപ്പോഴും തന്നെ നമുക്ക് വയറ് വീർക്കുന്ന ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കീഴ്വായു ശല്യം പോലുള്ള ബുദ്ധിമുട്ടുകളോ ഡൈജഷൻ പ്രോപ്പർ അല്ലാതെ വരുന്നതോ ഒക്കെ ആയിട്ട് കാണപ്പെടാറുണ്ട്. പക്ഷേ ഇത് ശരിയായ അളവിൽ മിതമായിട്ടാണ് കഴിക്കുന്നതെങ്കിലോ ഇത് ഹൃദയ ആരോഗ്യത്തിനും ബ്ലഡ് പ്രഷർ ഉള്ളവർക്കായാലും ഒക്കെ നല്ലതാണ്. പിന്നെ ഗ്ലൈസെമിക് ഇൻഡെക്സ് 70-ലും കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എപ്പോഴും ഒരു പരിധിയിൽ കൂടുതൽ കഴിച്ചാൽ എന്ത് ഭക്ഷണമായാലും ഗുണത്തിലേറെ ദോഷം ചെയ്യും എന്ന് നമുക്കറിയുന്നത് പോലെ ഈ പൊട്ടാറ്റോയിലും അത് തന്നെയാണ് കാര്യം. ആലുക ശീതളം സർവം വിഷ്ടംബി മധുരം ഗുരു എന്ന് പറയുന്നത് ഇതിന് വളരെ ശീതമായിട്ടുള്ളൊരു ഗുണമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫേസിലേക്ക് ഉപയോഗിക്കുന്നത് ഫേസിന് നല്ലൊരു കൂളിംഗ് ഏജൻ്റ് ആയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മധുര രസമുള്ളതാണ് എന്നും പറയുന്നു. അതുകൊണ്ട് നമുക്ക് ദഹനം മിതമായി കഴിച്ചാൽ ദഹനത്തിന് വലിയ ബുദ്ധിമുട്ടില്ല, അത് ദഹനം എളുപ്പമാക്കും. എന്നാൽ അധികമായാൽ ഇത് ദഹന സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളും തന്നെയാണ്. അഭ അനിലഹരം ബല്യം വൃഷ്യം സ്വൽപ്പ അഗ്നിവർദ്ധനം എന്നും ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇത് മിതമായി കഴിച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെറിയ രീതിയിൽ അഗ്നിവർദ്ധനം ഉണ്ടാക്കുന്നുണ്ട്. വിശപ്പ് ചെറിയ രീതിയിൽ കഴിച്ചാൽ നമുക്ക് വിശപ്പ് ശരിയായ രീതിയിൽ, അതായത് ദഹനം വേഗം നടക്കും, പിന്നീടുള്ള വിശപ്പ് ഉണ്ടാക്കാനും സഹായിക്കുന്നു എന്നുള്ളത്. എന്നാൽ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ദഹന വ്യവസ്ഥയെ തന്നെ താറുമാറാക്കി നമുക്ക് വയറ് നിറഞ്ഞതുപോലെയുള്ള ഫീല് വരും. പക്ഷെ ഒരു കണക്കിന് ചിന്തിച്ചാൽ ഇത് ഗുണവുമാണ്. നമ്മൾ ആഹാരത്തിൽ പൊട്ടാറ്റോസ് ഉപയോഗിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റും ഈ സ്റ്റാർച്ചൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വയറ് ഫില്ലായതുപോലെ തോന്നുന്നുണ്ട് അമിതമായിട്ട് കഴിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ പലപ്പോഴും നമ്മുടെ തടി കൂടുന്നു എന്നുള്ള കാരണം കൊണ്ട് കാർബോഹൈഡ്രേറ്റ്സിനെ കുറയ്ക്കാറുണ്ടല്ലേ. അങ്ങനെയുള്ളവർക്ക് ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ സോഴ്സ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് അമിതമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് വണ്ണം വെക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിനാണ് സഹായിക്കുന്നത് എന്നുള്ളത് കൂടെ ഓർക്കണം. സൊളാനൈൻ ഗ്ലൈക്കോ ആൽക്കലോയിഡ്സ് അടങ്ങിയിട്ടുള്ള പൊട്ടാറ്റോസ് ആണ് കൂടുതലും ഈ പച്ച കളറ് തൊലിക്ക് പുറമേ വന്നത് അല്ലെങ്കിൽ മുള വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് വേണം പറയാൻ. ഇത് എപ്പോഴും നമ്മുടെ നാഡി വ്യവസ്ഥയെ തന്നെ തകരാറിലാക്കുന്ന രീതിയിലുള്ള ചില ആൽക്കലോയിഡ്സ് ആണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കാത്തതാണ് നല്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വാങ്ങാതിരിക്കുക. മുള വന്നതാണെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. കാരണം ആരോഗ്യത്തിന് അത്രയേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊട്ടാറ്റോസ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും പല രീതിയിലും. എങ്കിലും ഞാൻ ഈ പറഞ്ഞ ചില കാരണങ്ങൾ കൊണ്ടായിരിക്കാം, ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടുതലായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റാർച്ച് അധികമായതുകൊണ്ടായിരിക്കാം, ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇതിനെ നമ്മുടെ ആയുർവേദ ആചാര്യന്മാർ ട്യൂബേഴ്സ് അല്ലെങ്കിൽ മണ്ണിനടിയിൽ വരുന്ന ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും ഒരു അൺവോൾസം ഫുഡായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അത്ര തന്നെ മെച്ചപ്പെടാത്ത ഒരു വിഭാഗത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. പിന്നെ നമുക്ക് സമാധാനപരമായിട്ടുള്ള ഒരു കാര്യം, ഇത് സ്കിൻ കെയർ വളരെ ഗുണകരമായിട്ടുള്ളതാണെന്ന്. കാറ്റോകൊളൈസ് അല്ലെങ്കിൽ കോജിക് ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് സ്കിന്നിന് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കും, അല്ലെങ്കിൽ സ്കിന്നിന് നല്ലൊരു യുവത്വം കൊടുക്കാൻ വേണ്ടി സഹായിക്കും. ആൻറ്റി ഏജിങ് ആയിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇതിലെ കൊളാജന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്കിൻ ഹെൽത്തി ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാടേറെ ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കണ്ണിന് ചുറ്റും വന്നിട്ടുള്ള ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പഫിനെസ് ഒക്കെ തോന്നുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് ജ്യൂസ് പുരട്ടുന്നതോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് റൗണ്ടിൽ മുറിച്ച് വെക്കുന്നതോ ഒക്കെ നല്ലതാണ്. പിന്നെ എല്ലാ സ്കിന്നിനും ഒരുപോലെ ആയിരിക്കില്ല, ചില സ്കിന്നിന് ഇത് ഇറിറ്റേഷനും ഉണ്ടാക്കാറുണ്ട്. സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ ചെയ്യേണ്ടത് ഇത് അല്പം അലോവേര ജെല്ലുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അതല്ല നിങ്ങൾക്ക് കോമ്പിനേഷൻ സ്കിന്നാണെങ്കിൽ തേനും
ചേർത്തിട്ട് ഉപയോഗിക്കാം. ഇനി ഓയിലി സ്കിൻ ആണെങ്കിൽ മുൾട്ടാണി മിട്ടിയും അതുപോലെ തന്നെ അല്പം തേനും കൂടെ ചേർത്ത് ഉപയോഗിക്കാം. സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനാണെങ്കിൽ അല്പം നാരങ്ങ നീരും ഈ പൊട്ടാറ്റോ ജ്യൂസും അല്പം തേനും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ്. അപ്പം ഗുണത്തിലേറെ ചെറിയ ചെറിയ ദോഷങ്ങളും ഉണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. എപ്പോഴും പുഴുങ്ങി ഉപയോഗിക്കുന്നതൊക്കെയാണ് നല്ലത്. കറിയിൽ ചേർക്കുന്നതും അതല്ലാതെ ഫ്രഞ്ച് ഫ്രൈസ് രീതിയിൽ നമ്മൾ ഫ്രൈ ആയിട്ട് എടുക്കുമ്പോൾ ഇത് കൂടുതൽ ദോഷമാണ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഉരുളക്കിഴങ്ങ് എന്നുള്ളത് അതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.